أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. അല്ലാഹുൽ അദീം. സൂറത്തുൽ മുഅ്മിനൂൻ 52-3. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, നിശ്ചയം നിങ്ങളുടെ ഈ ഉമ്മത്ത്, ഉമ്മത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ഉമ്മത്ത് ആകുന്നു. അന, ഞാനാവട്ടെ റബ്ബുക്കും, നിങ്ങളുടെ യജമാനനുമാകുന്നു. ഫത്തഖൂനി, അതിനാൽ നിങ്ങൾ എന്നോട് ഭക്തി പുലർത്തുവീൻ. ഫതഖത്തഉ, എന്നിട്ടവർ തുണ്ടം തുണ്ടമാക്കി, അല്ലെങ്കിൽ മുറിച്ചു കഷ്ണങ്ങളാക്കി. അമ്രഹും, അവരുടെ ദീനിനെ, അഥവാ അവരുടെ കാര്യത്തെ എന്നാണ് അർത്ഥം, ഉദ്ദേശം ദീനിനെ. ബൈനഹും, അവർക്കിടയിൽ, സുബുറ, പല കഷ്ണങ്ങളായിട്ട്. കുല്ലു ഹിസ്ബിൻ, എല്ലാ കക്ഷിയും, ബിമാ ലദൈഹിം, അവരുടെ പക്കലുള്ളതിൻ്റെ കാര്യത്തിൽ, ഫരിഹൂൻ, സന്തോഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്നവരാണ്. റസൂലുള്ളാഹിമാർ എല്ലാവരോടുമായിട്ട് അല്ലാഹു തആല പറഞ്ഞതാണല്ലോ മുകളിൽ പറഞ്ഞത്. നല്ലത് തിന്നുകയും നല്ലത് ചെയ്യുകയും ചെയ്യുകയും. അതിലൂടെ സ്ഥാപിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ നബിമാരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. സുമ്മ അർസൽനാ റുസുലനാ തത്ര, തുടരെ നാം റസൂലുമാരയച്ചു എന്ന് പറഞ്ഞു. കുല്ലമാ ജാ ഉമ്മത്തൻ റസൂലുഹ കസ്സബൂഹു, ഏത് ഉമ്മത്തിൽ റസൂൽ ചെന്നപ്പോഴും അതിൻ്റെ ആളുകൾ തള്ളിക്കളയുകയായിരുന്നു എന്ന് സൂചിപ്പിച്ചു. ആ എല്ലാ റസൂലുമാരോടും കൂടി പറയാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് മുകളിലെ ആയത്ത്. അപ്പോൾ പിന്നെ വേറെ വ്യത്യസ്തമായ മതങ്ങൾ ഒക്കെ എങ്ങനെ ഉണ്ടായി? അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ രണ്ട് ആയത്തുകളിൽ. അഥവാ അതിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആശയം തന്നെയാണ് മുമ്പ് കഴിഞ്ഞ എല്ലാ നബിമാരും പറഞ്ഞത്. എന്നിട്ട് കുറച്ചാളുകൾ സ്വീകരിച്ചു, ബാക്കിയുള്ളവർ അള്ളാഹുവിൻ്റെ ഏതോ തരത്തിലുള്ള നടപടിക്രമത്തിനൊക്കെ വിധേയമായി ശിക്ഷിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ശാപത്തിന്, ജൂതന്മാരെ പോലെ കോപത്തിനും ശാപത്തിനുമൊക്കെ ഇരയായി. അല്ലാതെ അതൊന്നും യഥാർത്ഥത്തിൽ അടിസ്ഥാനമുള്ള സത്യം ഉൾക്കൊണ്ടിട്ടുള്ള മതങ്ങളോ സമൂഹങ്ങളോ അല്ല യഥാർത്ഥത്തിൽ. കാരണം എന്താണ്? അല്ലാഹു തആല അങ്ങനെ വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പകരം ആദം അലൈഹിസ്സലാം മുതൽ മനുഷ്യ സമൂഹം ഒറ്റ ഉമ്മത്താണ്. സൂറത്തുൽ ബഖറയിൽ 90-ാമത്തെ ആയത്തിൽ കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ജനങ്ങൾ ആദിയിൽ ഒറ്റ സമൂഹം തന്നെയായിരുന്നു. പിന്നെ അവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുകയും അവരെ ശരിയാക്കാൻ നബിമാർ വരികയും ആ നബിമാരെ കുറേ ആളുകൾ വിദ്വേഷം മൂലം, കിടമാത്സര്യം മൂലം തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത് വേറിട്ടുപോയി. ഇങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായത് എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ വർത്തമാനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒറ്റ ഉമ്മത്താണ്. അള്ളാഹുവിൻ്റെ ദീന് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു സമൂഹമാണ്. അവർക്കൊരു വിശ്വാസമാണ്, ഒരു നിലപാടാണ്, ഒരു കാഴ്ചപ്പാടാണ്, ഒരു പ്രതീക്ഷയാണ്. വ്യത്യസ്തമായ കാലത്ത് വ്യത്യസ്തമായ ശരീഅത്തുകൾ, അതിലൊക്കെ വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഒരു ദീനാണ് എന്നാണ് വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം.
ഉമ്മത്ത് എന്ന വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് ഇങ്ങനെ ജീവിക്കണ ആളുകളെല്ലാവരും ഒരു ഉമ്മത്തല്ല. ഖൗമുൻ മഅ റിസാല, പീപ്പിൾ വിത്ത് എ മിഷൻ, ഒരു പ്രത്യേക ദൗത്യമുള്ള ഒരു ജനത, ഒരു വിശ്വാസം, ഒരു കാഴ്ചപ്പാട്, ഒരു ഉത്തരവാദിത്തം, ഒരു പണി, ഇതൊക്കെയുള്ള, അതിന് നമ്മൾ ഇക്കാലത്ത് പാർട്ടി പ്രസ്ഥാനം എന്നൊക്കെയാണ് പറയുക. അതാണ് ഉമ്മത്ത് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ ഇതൊരൊറ്റ പ്രസ്ഥാനമാണ്. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള നബിമാരുടെ മുഴുവൻ സമൂഹങ്ങളും കൂടി ഒരൊറ്റ ഉമ്മത്താണ്. അല്ലാതെ വ്യത്യസ്ത മതം, വ്യത്യസ്ത സമുദായം അങ്ങനെയൊന്നും അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും, എല്ലാ കാലത്തും ഞാൻ തന്നെയാണ് അതിൻ്റെ റബ്ബും. ഈ ഉമ്മത്തിൻ്റെ റബ്ബ് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ യജമാനൻ, ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഫത്തഖൂനി, അതിനാൽ നിങ്ങൾ എന്നോട് ഭക്തി പുലർത്തുകയും. അള്ളാഹു അല്ലാത്തവരോട് ഭയഭക്തി പുലർത്തുകയും അവനല്ലാത്തവരെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ വേറെ ദൈവങ്ങളും വേറെ മതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ആ ദൈവങ്ങളൊന്നും നിങ്ങളുടെ ആരുമല്ല, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതിനാൽ നിങ്ങൾ എന്നോട് ഭക്തി പുലർത്തുകയും. ഇത് നബിമാരോടുള്ള ആഹ്വാനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ അഭിസംബോധിതരോടും പറയുന്ന വർത്തമാനമാണ്. ഉമ്മത്തുക്കും, നിങ്ങളുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അഭിസംബോധിതരായ മനുഷ്യരുടെ ഉമ്മത്ത്, അതെന്നും ഒന്നായിരുന്നു എന്നർത്ഥം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പലതും ഉണ്ടായത്? അതാണ് പറയുന്നത്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റ. ഈ ഒറ്റ ഉമ്മത്തായിരുന്ന അള്ളാഹുവിനെ ഭയന്ന് അവനെ ആരാധിച്ച് അവനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതിന് പകരം ഓരോ സമൂഹങ്ങളും അവരവരുടെ കാര്യം, അവരുടെ ദീൻ, അമ്ര എന്ന് പറഞ്ഞാൽ ദീന് എന്നർത്ഥത്തിൽ ധാരാളമായി ഉപയോഗിക്കലുണ്ട്. ഹദീസിലും അത് വന്നിട്ടുണ്ടല്ലോ. ലയുത്തിമന്നല്ലാഹു ഹാദൽ അമ്ര, ഈ ദീനിനെ അള്ളാഹു താല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ അമ്ര, മൻ അഹദസ ഫീ അംരിന ഹാദാ ഫലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ഈ ദീനിൽ അതിലില്ലാത്തതാരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇങ്ങനൊക്കെ പറഞ്ഞിടത്തൊക്കെ ദീൻ എന്ന് പറഞ്ഞതിന് പകരം അമ്ര എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അത് തന്നെയാണ് ഇവിടെ. ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റ, അവരുടെ ദീനിനെ അവർക്കിടയിൽ കഷ്ണം കഷ്ണങ്ങളാക്കി, അഥവാ ജാതിയുടെ, വർഗത്തിൻ്റെ, ഗോത്രത്തിൻ്റെ, വംശത്തിൻ്റെ, ദേശത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ദീനിനെ തുണ്ടം തുണ്ടമാക്കി, അഥവാ അതിൻ്റെ അസലിൽ നിന്ന് തെറ്റിച്ചിട്ട് ഒന്നായി സമൂഹത്തെ ഒന്നാക്കേണ്ട ദീനിനെ തന്നെ പലതാക്കി. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം, നമ്മുടെ ഗോത്രക്കാരുടെ വിശ്വാസം, നമ്മുടെ ഗോത്രക്കാരുടെ ആചാരം, ദേശക്കാരുടെ ആചാരം, ഇങ്ങനെയൊക്കെ പലതാക്കി എന്നർത്ഥം. അമ്രഹും സുബുറ, അത് ഓരോന്നും ഈ സുബുർ എന്ന് പറഞ്ഞാൽ വ്യക്തതക്ക് പറയും. അതുപോലെ ഗ്രന്ഥത്തിനും ഒക്കെ പറയും, ഏടിന് പറയും. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ഏടുകൾ പിന്നെ വെവ്വേറെയായിട്ട് കീറി വെവ്വേറെ കഷ്ണങ്ങളാക്കി കയ്യിൽ പിടിച്ചു, ഒരു പുസ്തകത്തിനെ പലതാക്കി പിച്ചിച്ചീന്തി എന്നൊക്കെ പറയുന്നത്. എന്നതുപോലെ വെവ്വേറെ കഷ്ണങ്ങളാക്കിയിട്ടെടുത്തു, ഒന്നും തമ്മിൽ ഇണങ്ങൂല, അത് വേറൊന്ന് ഇത് വേറൊന്ന്, ഇങ്ങനെ വെവ്വേറെ ഏടുകളാക്കിയിട്ട് ഒരു പുസ്തകത്തെ വെവ്വേറെ പേജുകളാക്കിയിട്ട് കീറി കയ്യിൽ പിടിക്കുന്നത് പോലെ ഓരോരുത്തരും അവരവരുടെ ദീനിനെ വ്യത്യസ്തമായി ഉണ്ടാക്കി എന്നർത്ഥം. എന്നിട്ടോ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, എല്ലാ കക്ഷികളും അവരുടെ പക്കലുള്ളതിൻ്റെ കാര്യത്തിൽ സംതൃപ്തരാണ്, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുകയാണ്. അഥവാ ഞങ്ങളീ കൊണ്ടാടുന്നത്, ഞങ്ങളീ വിശ്വസിക്കുന്നത് ശരിയാണോ, സത്യമാണോ, ന്യായമാണോ, ഇത് തന്നെയാണോ വേണ്ടത്, പടച്ച തമ്പുരാൻ ഇത് തന്നെയാണോ കൽപ്പിച്ചിരിക്കുന്നത്, ഇത് അള്ളാഹു സ്വീകരിക്കുമോ, ഇതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമോ, അങ്ങനെയൊന്നും ചിന്തിക്കുകയല്ല. പകരം ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ സംഘടന ഇങ്ങനെയാണ്, ഞങ്ങൾ പണ്ടേ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് വല്ല ശരിയുമുണ്ടോ, ഇത് ശരി തന്നെയാണോ എന്ന് ആലോചിക്കുകയില്ല. അതെന്തായാലും ശരി, അത് ഞങ്ങൾക്ക് തൃപ്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറം ചിന്തിക്കാതെ നടക്കുകയാണ്. എന്തിനാണിത് പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. വ്യത്യസ്ത നബിമാരെക്കുറിച്ച് പറഞ്ഞു, അവസാനം ജൂതന്മാരെക്കുറിച്ച്, മൂസ അലൈഹി സ്വലാമിനെയും ജൂതന്മാരെയും കുറിച്ച് സൂചിപ്പിച്ചു. ആ ജൂതന്മാർ ഞങ്ങൾ കിതാബിൻ്റെ ആളുകളാണ്, ഞങ്ങളാണ് യഥാർത്ഥ റസൂലിൻ്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അള്ളാഹു താല അവരൊരു കിതാബും അവരുടെ ഒരു മതവും
ജൂതമതവും ക്രിസ്തുമതവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം മക്കാ മുശ്രിക്കുകളുടെ മുന്നിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിലേക്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും റിസാലത്ത്, തൗഹീദ്, ആഖിറത്ത് ഒക്കെയാണല്ലോ പറയുന്നത്. അതേ വർത്തമാനം തന്നെയാണ് അവരും പറയുന്നത്. എന്നിട്ട് അവരെന്താ ഇത് അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ ഇവനെന്താ അവരെ അംഗീകരിക്കാത്തത്? ഇത് അവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. അഥവാ അങ്ങനെ ഒരു ജൂതമതം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത്, അത് തന്നെയാണ് ഈസാ അലൈഹി സ്വലാമും പഠിപ്പിച്ചത്. മുമ്പ് വന്ന റസൂലുമാർ മുഴുവൻ അത് തന്നെയാണ് പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ അവർ ജൂതന്മാരായി? അത് ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്ര. ജൂതന്മാർ ഈസാ അലൈഹി സ്വലാമിനെ അംഗീകരിക്കാതെ അവരുടെ ഗോത്ര താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഒരു മതക്കട്ട ഉണ്ടാക്കിയെടുത്തു. ആ കട്ടയുമായിട്ടാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. എന്നിട്ട് അതിൽ എന്താണോ ഉള്ളത് അതിൽ അവർ സംതൃപ്തരാണ്. അതിൻ്റെ അപ്പുറത്ത് അവരെ തിരുത്തുവാൻ വന്ന ഈസാ അലൈഹി സ്വലാമിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നബിമാരെ, സക്കരിയ അലൈഹി സ്വലാമിനെയോ യഹ്യ അലൈഹി സ്വലാമിനെയോ ഒന്നും അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാനോ അന്വേഷിക്കാനോ പോലും അവർ സന്നദ്ധരല്ല. ഖുലൂബുന ഗുൽഫുൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭദ്രമാണ്, അഥവാ ഞങ്ങളെ ഇനി ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടുമായിട്ട് നടന്ന് അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും ഇരയായിരിക്കുകയാണ് അവർ എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും ദീനുൽ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. അങ്ങനെ വ്യത്യസ്ത മതങ്ങൾ അള്ളാഹു താല ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു താല മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ജീവിതം അനുസരിച്ച് ജീവിക്കുന്നവൻ സത്യത്തിൽ, അല്ലാത്തവർ എന്തെല്ലാം പുണ്യങ്ങളാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ പോലും അതൊക്കെ അസത്യത്തിൽ. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനെയും അംഗീകരിക്കുകയല്ലാതെ അള്ളാഹുവിലേക്ക് വേറെ ഒരു വഴി ഇല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാ മുശ്രിക്കുകൾ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ മുമ്പ് കഴിഞ്ഞ നബിമാരെ എതിർത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നടപടിക്ക് വിധേയമായവരെ പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായ ആളുകളാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد